ഹലോ ഫ്രണ്ട്സ്, ചിക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഇക്കിത്തോസ് എന്ന് പറയുന്ന ആമസോണിന്റെ നടുക്കുള്ള ഒരു ടൗണിൽ നിന്ന് അല്ലെങ്കിൽ സിറ്റിയിൽ നിന്ന് സ്വാഗതം പറയുകയാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ 6 മണിക്ക് തുടങ്ങിയതാണ് കാലത്ത്. എന്നിട്ട് പാതിരാത്രി 1 മണിക്കാണ് ഞാൻ വന്ന് കിടന്നത്. കാരണം ഒരു ഫാമിലി എന്നെ ഹോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ മരണം ഉണ്ടായത്. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി അവരുടെ വീട്ടിലെത്തി. പിന്നെ അവരുടെ 1 മണിയോരെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് അവരുടെ ഒരു വേറൊരു റൂമിലോട്ട് എവിടെയോ കൊണ്ടാക്കി. അവരുടെ തന്നെയാണ്. ഇവിടെ ഫുള്ള് മെസ്സായിരുന്നു കേട്ടോ, ഫുള്ള് വൃത്തികേട്. ഇന്നലെ ഞാനിപ്പോൾ ആദ്യ രാത്രി 1 മണിക്ക് ഈ കാണുന്ന സ്ഥലം എല്ലാം വൃത്തിയാക്കി ഞാനിവിടെ കിടന്നു. ഇപ്പം രാവിലെ കുളിച്ച് ഫ്രഷായി. മേക്കപ്പ് ഒന്നും ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് സൺസ്ക്രീനൊക്കെ ഇട്ടു. ഞാൻ പുറത്തോട്ട് ഇറങ്ങുവാണ്. ഞാൻ എന്നെ ഹോസ്റ്റ് ചെയ്ത ആ ഫാമിലിയുടെ ഫ്യൂണറൽ വീട്ടിലോട്ട് പോവാണ്, മരിച്ച വീട്ടിലോട്ട് പോവാണ്. പോയിട്ട് അവരുടെ അടുത്ത് വിട പറഞ്ഞിട്ട് ഞാനിന്ന് ആമസോൺ കാട്ടിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. പുറത്തിറങ്ങിയപ്പോൾ തന്നെ രാവിലെ തന്നെ പടച്ചവന് എന്ത് ചൂടാ. ആമസോൺ കാട്ടായാലും ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. ഇവിടെ വഴിയോടങ്ങല്ലേ ഇതുപോലുള്ള കടകളുണ്ട് കേട്ടോ. ജ്യൂസ് വിൽക്കുന്ന കടകൾ, അതുപോലെ ഹാംബർഗർ, നമ്മുടെ ബർഗർ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ. ഇതുപോലുള്ള കടകളിൽ നിന്നാണ് രാവിലെ ആളുകൾ ഇവിടുത്തെ പ്രഭാത ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. ഇവിടെ കൂടുതൽ ബൈക്കും മോട്ടോർ ടാക്സികളാണ് ഉള്ളത്. ഇതുപോലുള്ള കാറുകൾ വളരെ കുറവാണ്. കാരണം ഈ കാണുന്ന ഐലൻഡിൽ ഏകദേശം 100 കിലോമീറ്റർ മാത്രമേ സഞ്ചരിക്കാനായിട്ട് റോഡുള്ളൂ. വെറും 100 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ പിന്നെ സ്വന്തമായിട്ട് കാറുണ്ടായിട്ട് ഒരു കാര്യമില്ല. വലിയ പണക്കാർക്ക് മാത്രം വല്ല കാറുണ്ടായിരിക്കും. കാരണം അവർ അത്രയും പൈസ കൊടുത്ത് ഷിപ്പ് വഴി കാറിന് ഞാൻ ഇവിടെ കൊണ്ടുവരും, കാർഗോ ബോട്ട് വഴി. എന്നിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ആഡംബര സൗകര്യത്തിന് വേണ്ടി കാറിൽ യാത്ര ചെയ്യും. ഈവൻ 10 കിലോമീറ്റർ ആയാലും 5 കിലോമീറ്റർ ആയാലും. ചില കാറുകൾ കണ്ടോ, കാറില്ല എന്നല്ല, ബട്ട് കാറുകൾ വളരെ കുറവാണ്. 100-ൽ 5 കാറിൽ താഴെയുള്ളൂ ഇവിടെ. ഇവിടുത്തെ ഒരു പാർക്കിൽ നമ്മുടെ ആമസോൺ കാട്ടിലെ മൃഗങ്ങളെയൊക്കെ വെച്ചിട്ട് ഈ കാണുന്ന പാമ്പ്, പുലി, ആമ, ഈ കാണുന്ന സാധനം മുതല, പിന്നെ ഇവിടുത്തെ ആമസോൺ ദേവനാണെന്ന് തോന്നുന്നു, അതൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്തൂപമാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഒരു കുഞ്ഞു പാർക്കാണ്. എല്ലായിടത്തും ഇതുപോലുള്ള പാർക്കുകളുണ്ട്. രാത്രിയാണെങ്കിൽ ഫുള്ള് സുരക്ഷിതമാണ് പാർക്കിലൊക്കെ. കാരണം ഇവിടെ പാർക്കിൻ്റെ പുറത്തോട്ടൊക്കെ എനിക്കൊന്നും വലിയ സുരക്ഷിതമല്ല എന്ന് തോന്നുന്നു. ഇവിടെ ഒരു ആൻറ്റി നമ്മുടെ പ്രാവിന് തീറ്റയിട്ട് കൊടുക്കുന്നത്. എത്ര പ്രാവ! വാ, ഈ കാണുന്നതാണ് നമ്മുടെ വീട്. ആ കാണുന്നതാണ് മരണ വീട്. ഈ കാണുന്ന കാറ് തന്നെ ഇന്നലെ മരണത്തിന് വേണ്ടി റെൻ്റ് എടുത്തതാണ്. ഇവിടെ ഉള്ള ആളുകൾക്കൊന്നും സ്വന്തമായിട്ട് കാർ. അയ്യോ പടച്ചോനെ, ഞാൻ വീട്ടിൽ വന്നപ്പോൾ വീട് ഫുള്ള് ലോക്കാണല്ലോ. ഇവിടെ രാവിലെ ആരും എണീറ്റില്ല എന്ന് തോന്നുന്നു. Amigo, buenos días. Buenos días. ¿Cómo estás? Tranquilo. ¿Estoy bien? ¿Dormido bien? Gracias a Dios. Ya, sí. ¿Dormido bien? Sí. Sí. Hoy recién. ഇതാണ് കേട്ടോ നമ്മുടെ ബ്രോ. പുള്ളിക്കാരൻ്റെ ബൈക്കാണ്. പുള്ളിക്കാരൻ ഇവിടെ അല്ല, പുള്ളിക്കാരൻ്റെ അമ്മ വയ്യാതായതുകൊണ്ട് പുള്ളിക്കാരൻ പെറുവിലെ ക്യാപിറ്റലായിട്ടുള്ള ലിമയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ധാരാളം പേര് ക്യാപിറ്റലിലാണ് ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതും. കാരണം ഇത് ഒരു ആമസോണിൻ്റെ നടുക്കുള്ള ഒരു സ്ഥലമല്ലേ. പിന്നെ പുള്ളിക്കാരൻ്റെ അമ്മ മരണപ്പെട്ടു. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഫ്യൂണറലൊക്കെ. അയ്യോ എന്തൊരു ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര സഹിക്കാൻ വയ്യ. ഞാൻ ഇതുപോലത്തുള്ള നമ്മുടെ ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഫൈനലി പുള്ളിക്കാരൻ ഡ്രൈവ് ചെയ്യുന്നു. ഈ കാണുന്നതൊക്കെ കാറ്റ് കയറാനുള്ള വഴികളാണ്. ഇവിടെ ഒരു കണ്ണാടിയുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ബസ്. കറക്റ്റ് നമ്മുടെ ഡൽഹി എത്തിയ ഫീൽ കേട്ടോ. നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയോ എത്തിയ പോലെ. ഇവിടെ നമ്മുടെ ചിക്കന് കട്ട് ചെയ്ത് റോഡിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇവിടെ മുഴുവൻ ഇതുപോലത്തുള്ള റിഫ്രഷ് സാധനങ്ങളാണ് കേട്ടോ വിൽക്കുന്ന ആൾക്കാർ. നമ്മൾ അടുത്ത വണ്ടി മാറി കയറി. ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു പോർട്ടിലോട്ടാണ് പോകുന്നത്. പോർട്ടിൽ നിന്ന് പിന്നെ പുഴ കടക്കണം, അതിന് ബോട്ട് എടുക്കണം. ഇവിടെ എല്ലാം പഴങ്ങളും നമ്മുടെ കായ്ക്കനികളും. ഇവിടെ കണ്ടോ മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ, മാങ്ങ. ഞാൻ ഇതുപോലത്തെ വണ്ടി ആദ്യം കണ്ടത് 6 പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, വേറെ നടന്നു പോയപ്പം പറഞ്ഞു 5 പറഞ്ഞു. എന്നിട്ട് ജസ്റ്റ് ഒരു 5 മീറ്റർ നടന്ന് അങ്ങോട്ട് പോയപ്പോൾ
ഞാനിപ്പോൾ പുള്ളിയുടെ അകത്തോടെ ഇത് ഷെയറിൽ കയറി 3 പറഞ്ഞു. 3 എന്ന് പറയുമ്പോൾ 90 രൂപ, 6 കിലോമീറ്ററിന് 90 രൂപ. ചില ട്രാൻസ്പോർട്ടൊക്കെ ഇത് തന്നെയാണ്. കത്തി എന്നല്ല, ഇവിടുത്തെ പ്രൈസ് ഇങ്ങനെയാണ്. ഇനി ഞാൻ ഇവിടുത്തെ ഇതുകൊണ്ട് ആ പോർട്ടിൽ പോയി ബോട്ടിൽ പോയിട്ട് അപ്പുറത്തെ റിവറിലോട്ട് പോകാനുള്ള ഒരു പ്ലാനാണ്. പഴം ഇത്രയും പഴത്തിന് 30 രൂപ. ഈ ഒരു ചെറിയ പടലൊക്കെ കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലത്തെ ഏത്തപ്പഴം കേട്ടോ, നല്ല കട്ടിയുള്ള പഴം. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പോർട്ട്. അവിടെ കുറേ ബോട്ടുകൾ നിര കുയാന പോകാനായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻറ്റ് ബോട്ടുള്ള ആൾക്കാരും കാണും. അവരുടെ ബോട്ടിൽ നമുക്ക് ലിഫ്റ്റ് അടിച്ച് വേണം ഇപ്പോൾ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പോർട്ട്, ചെറിയൊരു പോർട്ട്. ആ കുയാന ഇതാണ് കേട്ടോ നമ്മുടെ കുയാനയിലോട്ട് പോകുന്ന ബോട്ട്. ആള് നിറഞ്ഞാൽ മാത്രമേ പോവുള്ളൂ കേട്ടോ. ഈ കാണുന്ന വേറെ എങ്ങോട്ടോ പോകുന്നതാണ്. ഇവിടത്തെ നാറ്റം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഛർദ്ദിക്കാൻ പറ്റുന്നു. കള്ളം പറയണല്ല, മീനൊക്കെ ചത്ത് പൊങ്ങി കിടക്കുന്നതല്ലേ. ഞാൻ ഇവരുടെ മുന്നിൽ ഇനി മൂക്ക് പിടിച്ച് നിൽക്കാൻ പറ്റൂലല്ലോ. ഇത് പല സ്ഥലത്തോട്ട് പോകുന്ന ബോട്ടുകളാണ്, പല ബസ്സുകൾ പോലെ. ഈ കാണുന്ന സ്ഥലത്ത് പേരെഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഹൊത്തൂരി. തൂ അതൊന്തേ വാസ് ഹൊത്തൂരി. ഹൊത്തൂരി ഊനോ പേഴ്സണ പക. ഊനോ പേഴ്സണ പക. Un pasajero, ആ 20 soles. 20 solo. Sí, uno solo. ഊനോ സോളോ. De മിസ് 7 personas, ആ 3 soles. 7 പേരുമായിട്ട് പോകുന്നെങ്കിൽ ഒരാൾക്ക് 3 ഇത്, അതായത് 90 രൂപ. ഒറ്റയ്ക്ക് പോകണമെങ്കിൽ നമ്മൾ ഏകദേശം 600 രൂപ കൊടുത്ത് പോകണം. ഒരു 10-20 മിനിറ്റിനുള്ളിൽ എത്തും കേട്ടോ, വലിയ ദൂരമൊന്നുമില്ല. അപ്പം ഞാനിനി എൻ്റെ ബോട്ടിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, വേറെ 6 പേരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ബോട്ട് പിന്നീട് പോകും. ഈ ബോട്ടിൽ ആരും ആയിട്ടില്ല. പുള്ളിക്കാരി ഈ ബോട്ട് ഓടിക്കുന്ന ആളാണ്. ആ ചേച്ചി ഒരു റൗണ്ട് പോയിട്ട് അടുത്ത കസ്റ്റമറേയും കൊണ്ട് വരികയും ചെയ്തു കേട്ടോ. അടുത്ത ബോട്ട് കൊണ്ടുവരികയും ചെയ്തു. മണിക്കൂറിന് ശേഷം ചെടിയും സാധനവും വേറെ കുറച്ച് ആളുകളുമായിട്ട് നമ്മൾ യാത്ര തുടങ്ങി. 7 പേരായി കേട്ടോ, അതുകൊണ്ടാണ് നമ്മുടെ യാത്ര തുടങ്ങിയത്. 7 ആയില്ലല്ലോ, 1 2 3 4 5 6 ആയുള്ളൂ, എന്നാലും യാത്ര തുടങ്ങി. Let's go, vamos. ഈ കാണുന്നതൊക്കെ റോഡായിരുന്നു കേട്ടോ, ഇതെല്ലാം വെള്ളം കയറിയതാണ്. വെള്ളം കയറി റോഡെല്ലാം പുഴയായി. ഇത് റോഡിൻ്റെ വഴിയാണ് കേട്ടോ. ഞാൻ കുയാന എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇത് അവിടം വരെ റോഡാണ്, പക്ഷെ വെള്ളം കയറിയതുകൊണ്ട് അവിടം വരെ ബോട്ട് പോകും. വാവ്, നമ്മളങ്ങനെ കുയാന എന്ന് പറഞ്ഞ ഒരു ചിന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ 2-3 ബോട്ട് കിടപ്പുണ്ട്. ഈ കാണുന്ന സ്ഥലമെല്ലാം നമ്മുടെ ആമസോൺ കാടുകളാണ്. അങ്ങനെ ആമസോൺ നടുക്കുള്ള നമ്മുടെ കുയാനയിൽ നമ്മൾ ഇവരുടെ കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. tus zapatos, te digo. സപ്പാത്തോ ഒന്നും മനസ്സിലായില്ല. ഇവര് ഷൂസ് കഴിക്കുന്നുണ്ട്, ഞാനും കഴിച്ചു. Hay mucho agua. Mucha agua, sí. Yes. പുള്ളിക്കാരൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടല്ലോ തള്ളി കൊണ്ടുപോകാനായിട്ട്. പാവ ആ ചേട്ടൻ്റെ കഷ്ടപ്പാട് നോക്കിക്കേ, വെള്ളമാവാതിരിക്കാൻ വേണ്ടി. ഞാൻ ഷൂസൊക്കെ അഴിച്ചതാണ്, പുള്ളിക്കാരൊക്കെ പോകുന്ന കണ്ടോണ്ട് ഞാൻ വീണ്ടും ഷൂസ് ഇട്ടു. ഇവിടെ ഉള്ള വീടുകളൊക്കെ ഇതുപോലുള്ള വീടുകളാണ്. കുറേ കോഴിയും, പശുവില്ല കോഴി, ഇതാണ് കേട്ടോ. അങ്ങോട്ട് നടന്ന് പോകുമ്പോൾ ധാരാളം വീടുകൾ ഇതുപോലെ ഉണ്ട്. ഇവിടെ ഇവരുടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അവിടെ വലിയ എന്താ കാക്കയാണോ
ഇവിടെ മറ്റൊരു വീട്. ഇവിടെ ഫുള്ള് ആലോവേര. കുറേ വീടുണ്ട് കേട്ടോ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീടുകൾ. പിന്നെ ചെറിയ മോട്ടോർ ടാക്സികളും ഇതുപോലത്തെ ഉണ്ട്. ബൈക്കിൽ നമ്മുടെ ഓട്ടോറിക്ഷ. നമ്മുടെ നാട്ടിലെ കുറ്റിച്ചെടി, നമ്മുടെ തലവെട്ട് ചെടിയില്ലേ, അതൊക്കെ പോലത്തുള്ള ചെടികൾ. ഇത് നമ്മുടെ ബോട്ടിൽ വന്നതാണ് കേട്ടോ. ഇതാണ് അവരുടെ വീടെന്ന് തോന്നുന്നു. ചാവോ, അഡിയോസ്. ഇവിടെ ആരുടെ ചോദിച്ചാലും പോകേണ്ട വീട് പറഞ്ഞു തരും. അങ്ങനെ പേര് ചോദിച്ചപ്പോൾ പോകേണ്ട വീട് എനിക്ക് കിട്ടി. അങ്ങനെ അവരുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. എന്തൊരു വെയില്, ചൂടോ. അല്ലാ, പട്ടി വരല്ലേ. ഇവിടെ എന്തൊക്കെ കായ്കനികളുണ്ട്. പട്ടി, അവിടെ നിന്ന് ആരും വരുന്നില്ലല്ലോ എന്നെ കൂട്ടാൻ. ഇവർക്കിവിടെ ഇൻ്റർനെറ്റ് ഒന്നും ഇല്ല കേട്ടോ കോൺടാക്ട് ചെയ്യാൻ. ലൂയിസിനെ ഞാൻ പരിചയപ്പെടുന്നത് കൗച്ച് സർഫിംഗ് എന്ന് പറയുന്ന ഒരു ട്രാവൽ കമ്മ്യൂണിറ്റി വഴിയാണ്. അവൻ ആദ്യമായിട്ട് ഈ കമ്മ്യൂണിറ്റിയിലാണ്. അപ്പോൾ അവന് ഞാൻ റിക്വസ്റ്റ് ചെയ്യിച്ചു. അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ വേണ്ടി വരുന്നത്. ഹോലാ, അയ്യ. Good, bro. Gracias. ¿Cómo estás? Muy bien. Pasa. Mucho bien. Mucho gusto. Now es como, ahora es como un poco de drink. അവൻ വീട്ടിലില്ലായിരുന്നു, അപ്പുറത്തായിരുന്നു കേട്ടോ. അവൻ അപ്പുറത്തെ കടയിലെന്തോ. അങ്ങനെ അവൻ്റെ അനിയനെ ആരെയോ എൻ്റെ വീട്ടിൽ ബാഗ് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ഇവിടെ എല്ലാവരുടെ ജേഴ്സിയിലും നമ്മുടെ ലമീന യമാലിൻ്റെ ജേഴ്സിയാണ് കേട്ടോ. പോടാ പട്ടി, എനിക്ക് നിന്നെ പേടിയില്ലാടാ. പോടാ 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 പോടാ. ചുപ് ചുപ് ചുപ്. അടങ്ങ പട്ടി. വാ, നമ്മുടെ ചെമ്പരത്തി. അയ്യോ, uno minute, amigo. Okay, gracias. ഇതൊക്കെയാണല്ലോ ഇവിടുത്തെ റൂം. എനിക്കൊന്ന് നമ്മുടെ ലൂയിസിൻ്റെ റൂമാണ് കേട്ടോ. ഞാനിവിടെ ബാഗ് വെച്ചു. എന്തൊരു ചൂട്, എന്തൊരു ഹ്യൂമിഡിറ്റി കേട്ടോ. ഇവിടെ ഒന്ന് തണുത്തൂടെ ഈ ആമസോൺ കാട്ട്. എനിക്കൊന്ന് ഇവരുടെ ബ്രദറാണോ? അല്ല, Como amigos y hermanos, ¿me entiendes? Sí. So no Spanish, no English. No, ahora no English. Okay, no problema. No, I can speak in English. Yeah, no problem. Mi poquito habla español, so. No, pero okay. creo Me que entiendo. es mejor para ti. Ya, sí. Sí. Hola. ¿Qué tal? ¿Cómo estás? Sí, bien. ¿Todo bien? Bien. Excelente. Bienvenido a Cuyana. Muchas gracias, Seno. Bienvenido a Cuyana. Este es un sitio donde Gracias. vas a quedar creativo. ഒരു മദ്യമൊക്കെ ഓഫർ ചെയ്തു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പപ്പ Yeah. അങ്കിൾ Yeah. ഹെർമാനോ. No. Primo. Primo, sí, primo. Okay, cousin. Muchas gracias. സപ്പോട്ട, ഇവരുടെ സപ്പോട്ട. Zapote. Zapote, no zapota. Zapote. 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 Mucho gusto. Okay. Bueno, Muy bien. Sí, muy bien. It's like a mango, ¿eh? Yeah. Oye, le va a faltar ya. Más. ഇവിടുത്തെ എല്ലാം ഭയങ്കര ഓഫ്ലൈൻ ലൈഫാണ് കേട്ടോ. ഇവിടെ കറണ്ടൊന്നും ഇല്ല, ഇതെല്ലാം സോളാറിലാണ് ഇവിടുത്തെ ലൈറ്റ് എല്ലാം വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെയുള്ള ആളുകൾക്കെല്ലാം കൃഷിയാണ് കേട്ടോ. കൃഷി ചെയ്ത് അവർ പല ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾസൊക്കെ, ഇവിടെ പഴങ്ങൾ, അതൊക്കെയാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗ്ഗം ഇവിടെയുള്ള ആളുകളുടെ. നമ്മളിപ്പോൾ കഴിച്ച സപ്പോട്ടയുടെ മരമാണ് കേട്ടോ ഈ കാണുന്നത്. കുറേ ഉണ്ട് കേട്ടോ സപ്പോട്ട. നമ്മുടെ നാട്ടിൽ ഈ മരം ഉണ്ടായിരുന്നെങ്കിൽ പോർച്ചുഗീസുകാരൊക്കെ നമ്മുടെ നാട്ടിൽ തേങ്ങ കൊണ്ടുവന്നു, കശുവണ്ടി കൊണ്ടുവന്നു. അവർക്ക് ഈ സപ്പോട്ട കൂടെ കൊണ്ടുവന്നൂടെ? ഇനി സപ്പോട്ട ഉണ്ടോ, കാണുമെന്തോ എനിക്കറിയില്ല. ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ പുറകെ ആ കാണുന്നതൊക്കെ നാരങ്ങയാണ്, ഓറഞ്ച് മാൻഡറിനാണ് കേട്ടോ. പിന്നെ അത് കാണുന്നത് എന്തോ തൊഴുത്താണ്. ഈ കാണുന്നതെല്ലാം തന്നെ ഓറഞ്ച്. ഇവിടെ നമ്മുടെ പപ്പായ. ഇവിടെ സോളാർ വെച്ചിട്ടാണ് കേട്ടോ കൂടുതലും ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു വാഷ്റൂം, ശുചിമുറി. ഇവിടെയുള്ള കടകളിലൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടാവും.
ഇതുപോലത്തെ ലിമിറ്റഡ് ആയിട്ടുള്ള ബ്രെഡ്, കുറേ ഇതുപോലത്തെ ഉള്ള കോൾഡ് ഡ്രിങ്ക്സും ബിയറും ഇവിടെ ഭയങ്കര എല്ലാവരും കുടിക്കുന്ന സാധനം. ഇവിടെ ധാരാളം കരിക്കുണ്ട്. വീടുകൾ മിക്കതും തടിയിലാണ് പണിതിരിക്കുന്നത്. ഇതിങ്ങനെ ഒറ്റ റോഡാണ് കേട്ടോ. കുറച്ച് അങ്ങറ്റം വരെ എന്തോ റോഡുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു പള്ളിയൊക്കെ ഉണ്ട്. ആ പള്ളി ഞാൻ കാണിച്ചില്ല. സാധാരണ ഒരു ചെറിയൊരു ബാപ്റ്റിസ്റ്റ് പള്ളി. സാധനമാണ് കേട്ടോ ഇവരുടെ സപ്പോർട്ട. ഇവർ സപ്പോർട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെ അതുകൊണ്ട് അവിടെ എന്തോ മരത്തിൽ നിന്ന് അടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. സപ്പോർട്ട മരം അവിടെ നിൽപ്പുണ്ട്. ഇവിടെ ആർക്കും വേണ്ടാത്ത ഇത് മുരിങ്ങയ്ക്ക അല്ല, കാട്ടുമുരിങ്ങയ്ക്ക. ഇതെന്ത് സാധനം എന്തോ. ഇത് മുരിങ്ങയ്ക്ക അല്ല കേട്ടോ. മുരിങ്ങയ്ക്ക പോലെ തോന്നിക്കുന്ന വേറൊരു സാധനമാണ്. ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്നൊന്നുമില്ല. ഇത് കാട്ടുമരമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ കാണുന്ന സാധനം ഞാൻ മുമ്പും കണ്ടിട്ടുണ്ട്. ബട്ട് എന്ത് സാധനം എന്തോ ജയൻ്റെ ഒരു സാധനമാണ് കേട്ടോ. ബലൂൺ പോലെ ഇരിക്കുന്നു. ഇവിടെ ഒരു ആളും പേഴും ഇല്ലാത്ത സ്ഥലങ്ങൾ പോലെ വിജനം ഉള്ളു. ഇവിടെ ഒരു വീട് പണിതുകൊണ്ടിരിക്കുക. ഇവിടെ പിഹോയോ ഇവിടെ പിഹോയതാ. എനിക്കിഷ്ടമില്ലാത്ത ഒരു പഴം. നിങ്ങൾക്കറിയാലോ ഇത് ഇങ്ങനെ തൊലിച്ചിട്ടെന്തോ. Macambo. Macambo. Ajá. ¿Mismo? No, es otro tipo de frutas. Fruta. Ajá. Que se le fríe Fríe. y se le come. ¿Esa come? Se le come, pues. ¿Tú comes? Pero cuando está cocinado. Cocina. എന്ത് സാധനം എന്തോ കേട്ടോ. ഒരു അരക്ക് നാറ്റ ഇതില്. ഇത് എന്തോ ഒരു റബ്ബറിന്റെ നാറ്റം എന്തോ. ഇതെന്തോ ഉണ്ടാക്കും, ആഹാരം ഉണ്ടാക്കും കേട്ടോ ഇത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് കെട്ടിയിട്ടേക്കുന്നുണ്ടോ മീൻ കൃഷിയാണെന്ന് തോന്നുന്നു. വ്യത്യസ്തമായിട്ടുള്ള കുറേ പക്ഷികളൊക്കെ കാണാം. ഒരു കിലോമീറ്ററോളം നടക്കുമ്പോഴെല്ലാം വേലിക്ക് ഉള്ളിലായിട്ട് അങ്ങ് ദൂരെയൊക്കെ വീടുകൾ കാണാനായിട്ട് സാധിക്കും. ഈ റോഡിനൊരു അന്ത്യമില്ല. ഇവിടെ ഒരു വീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ വീട്ടിൽ പയ്യെ കയറി പോയി നോക്കിയിട്ട് വരാം എന്താണുള്ളതെന്ന്. എനിക്ക് വയ്യാട്ടോ നടക്കാൻ, ബോറടിച്ച്. ഒരാളുകളെയും കാണാതെ ബോറടിച്ച് കുറേ നേരമായി. അവിടെ ഒരു അപ്പൂപ്പുണ്ട്. അപ്പൂപ്പൻ്റെ അടുത്ത് പോയി കിന്നാരം പറയാം. ഇവിടെ മാവാണ് കേട്ടോ ഈ കാണുന്ന മാവ് മരം. Mucho, poquito. Sí, sí, sí. ¿Cómo estás? ¿Bien? Bien. Sí, 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 sí. ¿A dónde va? Yo voy al Lobo. Ok. ¿Al Lobo? Ok. ¿Despacio o embalado? ¿Ah? ¿Despacio? ¿Tú a dónde vas? Al Lobo. ¿A dónde vas tú? Ok, lo veo, no problema. Ya. Caminado, mira, caminado. ¿Rápido o lento? ¿Vas a grabar? ¿Tú a dónde vas? Ok. No sé, depende de ti. Pues, ¿quieres conocer? Porque മനസ്സിലായില്ല. ¿A dónde llegaste? ¿A dónde? No entiendo. O sea, ¿dónde estás, tío? ഇവിടെ ഉള്ള നമ്മുടെ അടുത്തൊരു വില്ലേജിൽ നമ്മൾ വണ്ടി ഓട്ടിച്ച് വന്നു. Puedes ir. ഈ കാണുന്നത് പിന്നെ Hasta ahí puedes ir. സോളോ കമിനാദോ. Sí, caminando nomás. ഇതിലേക്കൂടെ പിന്നെ നടന്ന് മാത്രമേ പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അങ്ങോട്ട് പിന്നെ കാട്ടിലോട്ട് വില്ലേജ് ഉണ്ട്. നമ്മുടെ അയവാസ്ക എന്ന് പറയുന്ന ആമസോണിലുള്ള പരിപാടി അറിയാമല്ലോ. ആമസോൺ ഫോറസ്റ്റുകളിലുള്ള കുറേ ഹെർബും മെഡിസിനൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു മെഡിസിനൽ പരിപാടിയുണ്ട് അയവാസ്ക എന്ന് പറയുന്ന. അങ്ങനെയുള്ള കുറേ ആളുകളൊക്കെ നടത്തുന്നുണ്ട് കാട്ടിൻ്റെ അകത്ത്. അപ്പോൾ അതിനൊക്കെ കുറേ വിദേശികൾ ചില കാട്ടിലൊക്കെ വരും കേട്ടോ. അതിന് 50,000, 60,000, 30,000, 40,000 കൊടുത്തിട്ടാണ് ആൾക്കാരെ ചെയ്യുന്നത്. ഇവിടെ കണ്ടില്ലേ. ഇവിടെ ഗ്രാമങ്ങളിൽ നിന്ന് എന്താ പറയുക ധാന്യം കൊയ്ത അവർ പഴങ്ങളും ഇതൊക്കെ ആയിട്ട് സിറ്റിയിലോട്ട് പോവാണ് കേട്ടോ വിൽക്കാനായിട്ട്. നമ്മുടെ ആ ചേട്ടൻ തോട്ടെ പോയി എന്നെ ഇവിടെ ഇറക്കിയിട്ട് ഞാനിവിടെ ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഞാൻ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ, ഇവിടെ കുറേ പയ്യന്മാർ. ഹലോ അമിഗോ, ഹലോ,
ഇവരെല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരുന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. ഞാൻ ചോദിച്ചു എന്തിനാണെന്ന്. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ആക്ച്വലി ഈ കാണുന്ന സ്ഥലത്ത് മാത്രമേ നെറ്റ്വർക്കിൻ്റെ കവറേജ് കിട്ടുള്ളൂ. അപ്പോൾ ആമസോണിൽ നെറ്റ്വർക്കിൻ്റെ കവറേജ് കിട്ടാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളാണ് കേട്ടോ കാട്ടിൻ്റെ നടുക്ക്. ഇവിടെ ചെറുക്കനും അവൻ്റെ അനിയനും കൂടി മരത്തിക്കുന്നത് തോട്ടയിട്ട് പറിക്കുകയാണ് ഈ നമ്മുടെ സപ്പോത്ത. Muchas gracias. Bye, chao. Me gusta mucho. Ok, amigo. Bye. Ok. എല്ലാം പെട്ടെന്നായിരുന്നു. ഞാനിവിടെ എത്തിയതേ ഉള്ളൂ. ഞാൻ ദാണ്ടെ നേരെ തിരിച്ചു പോവാണ്. കാരണം അവൻ സിറ്റിയിലോട്ട് പോകുന്നു. അപ്പം ഞാനും അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു നീ പറഞ്ഞോ സിറ്റിയിലാണെങ്കിൽ എൻ്റെ കൂടെ സ്റ്റേ ചെയ്യാം. കാരണം അവൻ ഇവിടെ ഇല്ല. പിന്നെ ഇത് ബോറിങ് കേട്ടോ. അതായത് ഇവിടെ അങ്ങനെ ഒന്നുമില്ല. വലിയ കാടെന്ന് പറയുന്നത് ഉള്ളിലോട്ട് പോകണം. മാത്രമല്ല നമ്മുടെ നാട് പോലെ തന്നെയാണ് കേട്ടോ. എനിക്കിത് ഈ വലിയ കാട് കണ്ടിട്ട് വലിയ ഇതൊന്നും തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെയാണ്. അപ്പോൾ സിറ്റിയിൽ പോയാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിറ്റിയിലോട്ട് പോവാം അവൻ്റെ കൂടെ. പിന്നെ സത്യത്തിൽ ഞാൻ കുടിക്കൂല. അതിൻ്റെ കാരണം എനിക്കിഷ്ടമല്ല. പക്ഷേ മറ്റുള്ളവർ കുടിക്കുന്നതിൽ എനിക്കൊരു പ്രശ്നമല്ല. ബട്ട് ഞാനിപ്പോൾ ഇവിടെ വന്നത് ഇവിടുത്തെ ഒരു സംസ്കാരമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനല്ലേ. അങ്ങനെ വരുമ്പോൾ ഇവിടെ എല്ലാവരും കുടിച്ചിരിക്കുമ്പോൾ ഇവരുടെ അടുത്ത് നോർമലായിട്ടൊന്നും സംസാരിക്കാനും പറ്റില്ല. ഇവരുടെ സംസ്കാരവും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ബ്രോ വാമോസ് അമീഗോ. Hola. ഹലോ. ¿Tienes gasolina? ഈ ബോട്ടിലാണോ നമ്മൾ പോകുന്നത്? അവിടെ വേറെ ബോട്ടും ആൾക്കാരും അവിടെ നിൽപ്പുണ്ട്. നമ്മളങ്ങനെ നമ്മുടെ പോർട്ടിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ബീച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലം. ആൾക്കാർ കണ്ടില്ലേ എന്ത് തിരക്കാ അവിടെ. ഓരോ ഫാമിലിക്കും അവരുടേതായിട്ടുള്ള മോട്ടോ കാറുണ്ട്. അതാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ബീച്ച്. പ്ലായ എന്ന് പറഞ്ഞാൽ ബീച്ച് എന്നാണ് ഇവർ പറയുന്നത്. നമ്മളിനി അവൻ്റെ വീട്ടിലോട്ട് പോവാണ്. അവന് കാല് വയ്യ കേട്ടോ. ഇവിടെ ഞാൻ കുളിച്ചൊരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പുറത്തോട്ട്. ഇവിടെ എന്തൊരു ട്രാഫിക്കാണ്. ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ ഞാനിവിടെ സ്കൂട്ടർ ഓട്ടിക്കുക. ഇവിടെ ഞാനും മെർസില. ഹായ് ഹോല. വാമോസ് ദോന്തെ ബുലിവാർ. നമ്മൾ ബുലിവാറിലോട്ട് പോവാണ്. ഇവിടെ ഹെൽമെറ്റ് ഒന്നും വേണ്ട കേട്ടോ. ട്രാഫിക് സിഗ്നൽ മാത്രം പാലിച്ചാൽ മതി. അതും വലിയ പാലിച്ചില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. നമ്മൾ സ്കൂട്ടറിൽ പോവുകയാണ്. ഇവിടുത്തെ ബൊലിവാർ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ ബൈക്ക്. ഇവിടെ കണ്ടില്ലേ ബൈക്കെല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. ഇവിടെ എല്ലാവരും ബൈക്കിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ നമ്മുടെ ഒരു ടൂറിസ്റ്റിക് ഏരിയ ബൊലിവാർ ഏരിയയിലോട്ടാണ് കേട്ടോ വന്നത്. പഴയ കുറേ ബിൽഡിങ്ങുകൾ ഇവിടെ അതിനെ കഫ്റ്റേരിയൊക്കെ ആക്കി മാറ്റിയിരിക്കുന്നു. ഈ കാണുന്നതാണ് ഇവിടുത്തെ നമ്മുടെ ബൊലിവാറിൻ്റെ അടുത്ത് ചർച്ചുണ്ട്. ഇന്നലെ ഞാൻ വന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ തന്നെ ഞാൻ വീണ്ടും വന്നു. ഇവിടെ കുറേ യങ്സ്റ്റേഴ്സ് കപ്പിൾസൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. താഴെ പോയ ചുംബനങ്ങളുടെ ഒരു ഏരിയ ആണ്. ഇന്നലെ പോയി ഞാൻ മടുത്തു. ഈ കാണുന്ന സ്ഥലം നടക്കാനൊക്കെ ഉള്ള സ്ഥലം, ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയ നല്ലൊരു സ്ഥലം. ഇവിടെ എല്ലാം റെസ്റ്റോറൻറ്റ്. ഈ കാണുന്നതെല്ലാം റെസ്റ്റോറൻറ്റ്. നമ്മളിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. Ahí es el terraza, ese restaurante grande de allá, es turístico bonito, es el terraza. എന്തൊക്കെ പറയുന്നുണ്ട്. Muy bonito. Y ahí tú ves casi toda la zona. നമ്മൾ രണ്ടുപേരും എന്ത് പറഞ്ഞാലും അത് ട്രാൻസ്ലേറ്റ് ആവും. Río. ഇതിൻ്റെ അകത്ത് ഇവർക്ക് ഒരു മ്യൂസിയമും ആർട്ട് ഗാലറിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തായിട്ട് തന്നെ.
അവിടെ അക്വേറിയം, വാട്ടർ ഫൗണ്ടൻസ്. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ അയോവാസ്ക ട്രീറ്റ്മെന്റ് കേട്ടോ. അയോവാസ്ക ഇതൊക്കെ ഇവിടുത്തെ സ്ഥലങ്ങളാണ്. ഇവിടെ ഈ കാണുന്ന ഏരിയ തന്നെ. ക്ലാരോ ബിയൻ. ഇവിടെ ടൂറിസ്റ്റൊക്കെ വേണ്ടിയുള്ള കുറെ സുവനീറുകളുടെ ഷോപ്പുകളാണ് കേട്ടോ. ഇവിടെ താഴെ നോക്കിയാൽ ഫുള്ള് വെള്ളമാണ്. ഇതാ മീ നോ ഡ്രൈവ് മീ നോ ഞാൻ വണ്ടി ഓട്ടിക്കുന്ന പേടി കേട്ടോ. ഞാൻ പറന്ന് ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെയൊക്കെ പോയപ്പോൾ പേടിച്ചു പുള്ളിക്കാരി. ഞാൻ ഇസ്രായേലിലത്തെ ആൾക്കാരെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. ആണ് ഇസ്രായേലിത്ത കമ്മ്യൂണിറ്റി. അവരെ തപ്പി ഞാൻ വന്നതാണ്. ലാസ്റ്റ് അവരെ തപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മണിക്കൂറല്ല 10-20 മിനിറ്റ് ആയിട്ട് ബൈക്ക് ഓട്ടിക്കുന്നു. ബൈക്ക് ഓടിച്ച് ലാസ്റ്റ് അവസാനം അവരെ കണ്ടെത്തി. മുച്ചസ് ഗ്രാസിയാസ്. പുള്ളിക്കാരൻ പറഞ്ഞു നാളെ രാവിലെ 5 മണിക്ക് പോയിട്ട് വരാനായിരുന്നു കേട്ടോ. ഫൈനലി ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഞാൻ 1, 2, 3 ദിവസമായിട്ട് ഇവരുടെ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. മുച്ചസ് ഗ്രാസിയാസ്. കേട്ടോ, എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തു. എൻ്റെ ഉമ്മയുടെ പ്രായമുണ്ട് കേട്ടോ. ഞാൻ അവസാനം അവിടെ നിന്ന് വീട്ടിൽ പോയി. വീട്ടിൽ മറ്റേ അവൻ്റെ ഓക്കെ നോ പ്രോബ്ലം. ഓക്കെ ഞാൻ ഇങ്ങോട്ട് വന്നു. ഹലോ ഓ നീഹ. ഇവിടെ പട്ടികൾ എന്നെ വിട്ട് മാറുന്നില്ല കേട്ടോ. ഇമാതിരി നക്കുന്നത് എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ. ഇത് നമ്മുടെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. ഹോലാ ¿Cómo estás, Rubel? Mucho gusto. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് കഴിക്കാനായിട്ട് വന്നതാണ്. ഇവിടെ പൊരിച്ച ചിക്കൻ, റൈസ്, എന്തൊരെണ്ണ ഇതിൽ. അതിലെന്തൊക്കെയോ വാരി കഴിക്കുന്നുണ്ട്. നമ്മുടെ മസാല തൂ മൂച്ചോ ടാറ്റു. ഫുള്ള് ടാറ്റു ആണ് കേട്ടോ. പുള്ളിക്കാരിയുടെ മോള് ടാറ്റു ഒന്നും അടിച്ചിട്ടില്ല. പ്രൊവേച്ചോ. എനിക്ക് വലിയ വിശപ്പൊന്നുമില്ല. നമ്മുടെ കേരളത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ് കേട്ടോ. സ്പാനിഷ് വ്ളോഗ് കേരളത്തിൻ്റെ.